നമസ്കാരം. ഒരുപാട് പേർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമാണ് ദുബായ്, പ്രത്യേകിച്ച് അവധിക്കാലത്ത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ സമയത്തൊക്കെ ദുബായ് തിരഞ്ഞെടുക്കാറുണ്ട് പലരും. പ്രവാസികൾക്ക് വേണ്ടതൊക്കെ ദുബായിൽ ഒരുക്കിയിട്ടുമുണ്ട്. ദുബായ് നഗരം വൻ തിരക്കിലേക്ക് നീങ്ങുന്നുവെന്നാണ് വിവരം. പെരുന്നാൾ ആഘോഷത്തിനും യാത്രകൾക്കുമായി ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലിറക്കിയതോടെ ദുബായിലെ റോഡുകൾ തിരക്കിലമർന്നു. കുരുക്കിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ പുറപ്പെടണമെന്നാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന നിർദ്ദേശം. എയർപോർട്ട് റോഡ്, റാഷിദിയ റോഡ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാകുക. പുലർച്ചെ 4 മുതൽ രാവിലെ 10 വരെയും വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയുമാണ് ഈ റോഡുകളിൽ തിരക്കുള്ളത്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ മറ്റ് യാത്രക്കാർ ഇതുവഴിയുള്ള ഗതാഗതം ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. സുഗമയാത്രയ്ക്കായി മെട്രോ സമയം നീട്ടിയിരിക്കുകയാണ് ഈ തിരക്ക് കണക്കിലെടുത്ത്. ദുബായ് മെട്രോ നാളെ പുലർച്ചെ 1 വരെ സർവീസ് നടത്തുമെന്നാണ് വിവരം. കൂടുതൽ ഇന്റർസിറ്റി ബസ് സർവീസുകൾ ലഭ്യമാണ്. ഇന്റർസിറ്റി ബസ് സർവീസുകളുടെ എണ്ണം കൂട്ടിയത് ഒട്ടേറെ പേർക്ക് ആശ്വാസമായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ മണിക്കൂറുകളോളം ബസ്സിനായി കാത്തു നിൽക്കേണ്ടത് ഒഴിവായിട്ടുണ്ട്. ദുബായ് അബുദാബി റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തിയത് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ യാത്രക്കാരെ സഹായിച്ചു. നിശ്ചിത സമയത്ത് ബസ് പുറപ്പെടുന്ന പതിവ് രീതി മാറ്റി യാത്രക്കാർ നിറയുന്നതനുസരിച്ചാണ് സർവീസ് നടത്തിയിരുന്നത്. അതേസമയം ദുബായ് ജാഫിലിയിൽ നിന്ന് അബ്ദായി മുസഫയിലേക്കുണ്ടായിരുന്ന ബസ് സർവീസ് നിർത്തിയതിനാൽ പലർക്കും മെട്രോയിൽ ഇബ്ദൻ ബത്തൂത്ത സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് അബുദാബി സിറ്റി സെൻട്രലിലേക്കും സിറ്റിയിൽ നിന്ന് മുസഫയിലേക്കും ബസ്സുകൾ മാറിക്കയറി യാത്ര ചെയ്യേണ്ടി വന്നു എന്നാണ് വിവരം. ഈദ് അവധിക്കായി ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ദുബായ് എയർപോർട്ടിലേക്ക് അല്ലാത്ത വാഹനങ്ങൾ മറ്റു വഴികൾ തിരഞ്ഞെടുക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട്. എയർപോർട്ട് റോഡിലെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് അറിയിപ്പ്. എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം. ഷെയ്ഖ് റാഷിദ് റോഡ്, നാദ് അൽ ഹമർ റോഡുകൾ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ എയർപോർട്ട് റോഡിലെ തിരക്ക് കുറയുമെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം അവധിക്ക് 36 ലക്ഷം യാത്രക്കാരെയാണ് വിമാനത്താവളം പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 7 വരെ തിരക്ക് തുടരും. ഏപ്രിൽ 5-നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക. അന്ന് 3 ലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏപ്രിൽ മാസത്തിലെ ആദ്യ വാരത്തിലും യാത്രക്കാരുടെ എണ്ണം കുത്തനെ കൂടുന്നുണ്ട്. യാത്രക്കാരെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റ് അവധിക്കാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെരുന്നാൾ അവധി ദിനങ്ങളിലാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ അതിഥികൾ എത്തുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 19% അധിക യാത്രക്കാരെയാണ് ദുബായ് പ്രതീക്ഷിക്കുന്നത്. പെരുന്നാളും സ്കൂൾ അവധിയും ഒന്നിച്ചു വരുന്നതോടെ തിരക്ക് കൂടുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, UK, ശ്രീലങ്ക, തുർക്കി, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേരും യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാസികൾ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.